ആ ഭഗവാനോടുള്ള നമ്മുടെ കടപ്പാടും തീർത്താ തീരാത്ത എന്താ പറയുക കടപ്പാട്, അല്ലാണ്ട് വേറെ വാക്കില്ല. ആ കടപ്പാട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഭഗവാനെ നമ്മൾ ഒരിറ്റെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും പ്രാർത്ഥിക്കുക, മനസ്സ് ചുട്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എല്ലാവരും നാളെ മുതൽക്ക് അവരവരുടെ വീടുകളിൽ അവരവർക്കാവുന്ന നാമജപം ചെയ്യാം. സഹസ്രനാമം വായിക്കാൻ സാധിക്കുന്നവർ സഹസ്രനാമം വായിക്കുക, നാരായണീയം വായിക്കാൻ സാധിക്കുന്നവർ നാരായണീയം വായിക്കുക, ഭാഗവതം വായിക്കാൻ സാധിക്കുന്നവർ ഭാഗവതം വായിക്കുക, നാരായണ നാരായണ എന്ന് മാത്രം ജപിക്കാൻ പറ്റുന്നവർ നാരായണ എന്ന് വായിക്കുക. എല്ലാവരും അവനവന് വേണ്ടിയിട്ടല്ലേ ജപിക്കാറ്. ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് 10 മിനിറ്റ് ഭഗവാന്റെ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭഗവാൻ നിശ്ചയിച്ച പൂജയ്ക്ക് മുടക്കം വരാണ്ട് ഈ വർഷവും നടക്കാനായിട്ട്, ഭഗവാന്റെ സന്തോഷത്തിനായിട്ട് സങ്കല്പിച്ചിട്ട് എല്ലാവരും പ്രാർത്ഥിക്കും. സാധിക്കുമെങ്കിൽ ഗുരുവായൂർ പോയി തൊഴണവര് അങ്ങനെ ഗുരുവായൂരപ്പൻ ഒരു മുടക്കവും കൂടാണ്ട് ഈ വരുന്ന ഗുരുവായൂർ ഏകാദശി ദിവസം ഭഗവാന്റെ ഉദയാസ്തമന പൂജ പൂർവാധികം ഭംഗിയായിട്ട് ദേവസ്വം വകയായിട്ട് തന്നെ നടക്കാൻ അനുഗ്രഹിച്ചാൽ, അത് സാധിച്ചാൽ, നിങ്ങൾ ഓരോരുത്തരും ഇനി ഗുരുവായൂർ ചെല്ലുമ്പോൾ ഗുരുവായൂരപ്പന് ഒരു നെയ്വിളക്ക് വയ്ക്കുക. ഒരു നെയ്വിളക്ക് വെച്ചാൽ ഒരു തിരി കത്തിച്ച് വെക്കാനുള്ള ഒരു ചെറിയ ചെപ്പെങ്കിലും നെയ്യ് ഗുരുവായൂരപ്പന് സമർപ്പിക്കുക. വരുന്ന ഏകാദശി ഡിസംബർ 11 വരെ, ഇന്ന് ഏകാദശിയാണ്, നാളെ മുതൽക്ക് അടുത്ത ഗുരുവായൂർ ഏകാദശി പ്രധാന ഏകാദശി വരുന്നത് വരെ നിത്യേന നാമം ചൊല്ലി ഗുരുവായൂരപ്പനോട്, ഗുരുവായൂരപ്പ നിന്റെ ഗുരുവായൂർ ഏകാദശി ദിവസത്തെ ഉദയാസ്തമന പൂജ ഒരു മുടക്കവും കൂടാണ്ട് പൂർവാധികം ഭംഗിയായിട്ട് നടത്തി നീ സന്തോഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ആവുന്ന പോലെ നിത്യേന നാമം ചൊല്ലുക. ശുദ്ധാശുദ്ധം ഒന്നും നോക്കണ്ട, നാമം ചൊല്ല. മനസ്സറിഞ്ഞ് ഗുരുവായൂരപ്പന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യമാണ്. സാധിക്കുന്നവരൊക്കെ ചെയ്യാം. എല്ലാവരെയും ഗുരുവായൂരപ്പൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.